സർ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം വടകരയിൽ ഒരു ഒരു ഗവൺമെന്റിന്റെ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആളൊഴിഞ്ഞ കസേര കണ്ട് വേദിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അത് ഒരു വിഷയം. രണ്ട്, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പുതിയൊരു ബിഷപ്പിനെ തെരഞ്ഞെടുത്തു. അവിടെ അദ്ദേഹം നിറഞ്ഞ ചിരിയുമായി ചെന്ന് സ്വീകരിച്ചു. വെള്ളാപ്പള്ളി നടേശനെ പിന്നെ കുമാരനാശാനേക്കാളും വലിയ ആളാണെന്ന് കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞു. സർ, അവരുടെ ഭരണത്തിലെ അപമതിപ്പ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന നാശപ്പേര്, വളരെ മോശം ഒരു പേര് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മക്കളും ഇത്രയും പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയ പേരുദോഷം അദ്ദേഹമായി തന്നെ ഇറങ്ങി നടന്ന് എല്ലാരെയും കണ്ട് ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് മേടിച്ചു കൊടുക്കണം, അടുത്ത നിയമസഭയിലേക്ക് വീണ്ടും വരണം, താൻ ആയിട്ട് ഉണ്ടാക്കി വെച്ചത് താൻ തന്നെ ഇറങ്ങി നടന്നെല്ലാം പിന്നെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്താണ് സാർ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ റോള് മാറ്റം? ഇതുവരെ ഉണ്ടായിരുന്ന ഇതിൽ നിന്നൊക്കെ മാറി ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ നടക്കുന്നു, പുകട്ടി പറയുന്നു. ഒന്ന് ചുരുക്കി പറയോ സാർ? ഒരു ചെറിയ പരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഒരു ഭാവമാറ്റം, മുഖ്യമന്ത്രിയുടെ ചിരിയും മുഖ്യമന്ത്രിയുടെ ഭാവമാറ്റവും അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഒരിക്കലും അദ്ദേഹം അത് ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ പറയുന്നതല്ല. വടകരയിൽ ആളൊഴിഞ്ഞ കസേരകൾ എന്ന് പറയുമ്പോൾ കണ്ണൂർ എന്ന് പറയുന്ന ഫാസിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ സ്ഥലത്ത് ജയരാജന്മാരെ പിണക്കി എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ആളൊഴിഞ്ഞ കസേരകൾ. പി ജയരാജനാണ് വരുന്നതെങ്കിൽ കസേരയിൽ ആളൊഴിയില്ല. എം വി ജയരാജനാണ് വരുന്നതെങ്കിൽ കസേരയിൽ ആളുകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ വന്നിട്ടും ആളൊഴിഞ്ഞ കസേര. ആ മണ്ടനായ മുഖ്യമന്ത്രി അത് എത്രയാന്ന് എണ്ണി പറയുകയും കൂടെ ചെയ്തു. 600 കസേര ഇട്ടതിൽ 1/3 കസേരയിൽ മാത്രമേ ആളുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ 200 പേരില്ലായിരുന്നു, 400 കസേര ഒഴിഞ്ഞാ കിടക്കുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലായി. അപ്പോ അത് അദ്ദേഹം പറയേണ്ടിയിരുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞതെന്ന് ഒരു കാര്യം വ്യക്തമാണ്. കണ്ണൂരിൽ പോലും സഖാവിന് പിന്തുണയില്ലാതായിരിക്കുന്നു, മറ്റ് സഖാക്കന്മാർക്കാണ് പിന്തുണ എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. അതായത് പാർട്ടിക്കുള്ളിൽ പാർട്ടി നെടുകെ പിളർന്നാണ് നിൽക്കുന്നത്, പുറമേ അറിയുന്നില്ല. ഭരണമാകുന്ന കയറിട്ട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഇതൊന്നാണെന്ന് തോന്നുന്നു. ഭരണം കൂടിയില്ല എങ്കിൽ പാർട്ടി പലതായിട്ട് പിളർന്നു നിൽക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് കണ്ണൂർ ജില്ലയിൽ നടന്ന സംഭവം. പുറത്താണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ അവിടെ സംഭവിച്ചതിന്റെ പിന്നിലുള്ള കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ കണ്ടാൽ വിഷയം പരിഹരിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അത് അദ്ദേഹം ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കളെ സോപ്പിട്ടപ്പം, കിറ്റ് കൊടുത്തപ്പം ഈ പാവപ്പെട്ട ദാരിദ്ര്യവാസി ഹിന്ദുക്കൾ തിരിച്ചു വോട്ട് ചെയ്തു. അപ്പോ ദാരിദ്ര്യവാസി ഹിന്ദുക്കളെ കിറ്റ് കാണിച്ച് വോട്ട് ചെയ്തതുപോലെ ക്രിസ്ത്യാനിയെ കിറ്റ് കാണിച്ചൊന്നും വോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പിണറായി നോക്കിയാൽ സാധിക്കില്ല. കാരണം മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിലെ KCBCയും അതുപോലെ തന്നെ അഖിലേന്ത്യാ ബിഷപ്പ് കോൺഫറൻസും ഒന്നിച്ചാവശ്യപ്പെട്ടിട്ട് പോലും യാതൊരു മാറ്റവും വരുത്താത്ത പിണറായി വിജയനെ ക്രിസ്ത്യൻ സമൂഹം ഇനി പിന്നാലെ വരും എന്ന് പരിശ്രമിച്ചാൽ പിന്നാലെ വരാൻ പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ ഈ 2 സംഭവങ്ങൾ കാണിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തമായ തിരിച്ചടി ഉണ്ടാവും. ജയരാജന്മാരുടെ ഉള്ളിൽ നിന്നുള്ള കാലുവാരൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടുമായിരിക്കും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നേരിടാൻ പോകുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ ശമ്പളം കിട്ടാത്തവർ, പെൻഷൻ കിട്ടാത്തവർ, ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ, നിരവധിയായ പദ്ധതികളിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നവർ, അനുഭവങ്ങളിലൂടെ പാഠം പഠിച്ച കേരള ജനത ഈ പ്രസ്ഥാനത്തെ തൂത്തെറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി കാണാനാണ് സാധ്യത. പിന്നെ ഇന്നലെ വരെ CPM ഉപയോഗിച്ച ഒരു തന്ത്രം ഉണ്ടായിരുന്നു, എല്ലാം കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾ നടത്തുന്ന പ്രസ്താവനകൾ, അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രം തരുന്നത് മാത്രമാണ് എന്ന്. അപ്പോ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഇപ്പോ വിദ്യാഭ്യാസ രംഗത്ത് 820 കോടി രൂപ ലാപ്സായി പോയി. കാരണം കേന്ദ്രവുമായിട്ട് സഹകരിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആരോഗ്യരംഗത്ത് 620 കോടി ലാപ്സായി പോയി, കേന്ദ്രവുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേന്ദ്രവുമായി സഹകരിക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന അവസ്ഥ വന്നുവെങ്കിൽ എന്തിനാണ് ഈ ഗവൺമെന്റ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ഇതിന്റെയൊക്കെ ഒരു അങ്കലാപ്പാണ്
അദ്ദേഹം നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഘടകകക്ഷി ഇറങ്ങാത്തത്? ഇപ്പൊ കെ എം മാണിയുടെ പാർട്ടി എന്തുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങാത്തത്? അതല്ലെങ്കിൽ CPI എന്തുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങാത്തത്? ഘടകകക്ഷികളൊന്നും ജനങ്ങളിലേക്ക് പോയി മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നില്ലല്ലോ. പ്രസ്താവനകളിൽ പോലും മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വരികയാണ്. സത്യം പറഞ്ഞാൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടിരിക്കുന്നു, മുന്നണിയിൽ CPM ഒറ്റപ്പെട്ടിരിക്കുന്നു, CPM-നകത്ത് പിണറായി വിജയൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട പിണറായി വിജയന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരിക്കും അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ. അത് ശരിക്കും അവരുടെ വാട്ടർലൂ തന്നെ ആയിരിക്കും, പിണറായിയുടെ വാട്ടർലൂ ആയിരിക്കും. കാരണം വീണാ വിജയനെ ചുമക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് CPI ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കുണ്ട് എന്ന് മാണിക്ക് പറയാൻ പറ്റും, അല്ലെ മറ്റുള്ള ഘടകകക്ഷികൾക്ക് പറയാൻ പറ്റും. ഏതായാലും ഇത് പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തെയും കുടുംബത്തെയും വലിച്ചു കീറപ്പെടും എന്നുള്ളത് വസ്തുതയാണ്. ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിൽക്കുന്ന പിണറായി വിജയൻ, അത് മകളുടെ കമ്പനി, അത് കമ്പനിയും തമ്മിലുള്ള ഇടപാട്. MV ഗോവിന്ദൻ ഇന്ന് എന്താ പറഞ്ഞത്? വീണാ വിജയന്റെ കമ്പനി മറ്റൊരു കമ്പനിയായ CMRL-ന് കൊടുത്ത സർവീസ്, അതെന്തിനാ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അവർക്ക് രണ്ടുപേർക്കും പരാതിയില്ലല്ലോ, പിന്നെ നമുക്കെന്താ പരാതി? ഇതാണ് ചോദ്യം. ഖജനാവിന്റെ പണമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് CAG-യുടെ ഓഡിറ്റിംഗിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിന്റെ കൊള്ളയടിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതിന് കള്ളന്മാർക്കും പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കാതെ പോവുമോ? രണ്ട് കള്ളനും പരാതിയില്ല, പിന്നെ എനിക്കെന്താ പരാതി എന്ന് പോലീസ് ചോദിക്കുമോ? ചോദിക്കില്ല. കേരളത്തിലെ പോലീസാണ് ചോദിക്കും. പക്ഷെ ഇവിടെ കേസെടുത്തിരിക്കുന്നത് SFI ആണ്, ED ആണ്. അതുകൊണ്ട് വെറുതെ വിടാനും പോകുന്നില്ല. ഏതായാലും ഇവിടെ പെരുങ്കള്ളനും കുടുംബവും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ കാണുന്ന ചിത്രം. ഓക്കെ സർ, താങ്ക് യു.